ലിറ്റിൽ സൂപ്പർമാൻ 3D ചിത്രത്തിൻ്റെ 2D ഹിന്ദി ഡബ്ബിങ് അരക്കോടിയിലധികം പേര് ഒരു മാസത്തിനും കൊണ്ട് കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു കുട്ടികളുടെ ചിത്രം എന്നുള്ള നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു അത് ചിത്രം ഞാൻ എടുത്തത്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് VN ബാബുവും കൂടി ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ്. ഞങ്ങൾക്കത് കേരളത്തിൽ സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യാത്ത ചിത്രമായിരുന്നു. കാരണം അത് റിലീസ് ചെയ്ത സമയത്ത് അതിലൊരു കുട്ടി തോക്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സെൻസർ ചെയ്ത് കഴിഞ്ഞിട്ടും ബാലാവകാശ കമ്മീഷൻ്റെ അടുത്തൊക്കെ പോവുകയും അത് തിരിച്ച് റീഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്താണ് ക്ലൈമാക്സ്. രണ്ടാമത് റിലീസ് ചെയ്തപ്പോൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് അന്നത്തെ എൻ്റെ സിനിമാ രംഗത്ത് ഉണ്ടായിരുന്ന എനിക്ക് കിട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ അതിനെ ബാധിച്ചും തോന്നുന്നു. ഒരു സഹകരണം ആ രീതി കിട്ടിയിരുന്നില്ല ഇൻഡസ്ട്രിയിൽ നിന്ന്. അത് ഹിന്ദി ഡബ്ബിങ്ങിൽ 51 ലക്ഷം പേര് അധികം കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. മലയാള ചിത്രം ഹിന്ദി ഡബ്ബ് ചെയ്തിട്ട് അത്രയും പേര് കാണുക യൂട്യൂബിൽ. അത് ഗ്രാഫിക്സിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം, അതിൽ അഭിനയിച്ച ഡെനി എന്ന് പറയുന്ന ബാലതാരത്തെ പറ്റി നല്ല അഭിപ്രായം ഒക്കെ അതിൽ കണ്ടപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. ഈ ഗ്രാഫിക്സ് 30% ആ ചിത്രത്തിൽ ഗ്രാഫിക്സാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ 3.5 കോടി രൂപയ്ക്കകത്ത് തീർത്ത ഒരു ചിത്രമാണത്. അങ്ങനെ ഒരു കൊച്ചു ചിത്രമായിരുന്നു. അതിനിങ്ങനെ ഒരു അപ്രീസിയേഷൻ ഹിന്ദി പോലുള്ളൊരു വലിയ ലാംഗ്വേജിലെ പ്രേക്ഷകർ തന്നു എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ നാട്ടിലത് ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും അതാണ് സത്യം.